ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗൈസ്? എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നത്. മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങണം. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പോകാനായിട്ട് ഇറങ്ങി. പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള ഇതെല്ലാം വീഡിയോയിൽ കാണിക്കാം. പാങ്ങലാട് വരെ നടന്നു പോയിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് നമ്മൾ പോകുന്നത്. ബസ്സിലിറങ്ങി കടയ്ക്ക് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് 2 സെക്കൻഡേ ഉള്ളൂ മോൻ്റെ മെഡിക്കൽ ഷോപ്പിൽ കയറാനായിട്ട്. അവിടെ കയറി. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകളെല്ലാം അവിടെ നിൽപ്പുണ്ട്. അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെയും കണ്ട് അവരടുത്തൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. റജീനിലോട്ട് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന വല്ലതും ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ എനിക്ക് 2 പേർക്കുള്ള സാധനങ്ങൾ വാങ്ങണം. ഒന്ന് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതും വാങ്ങണം. അപ്പോൾ മോൾക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം നോക്കിയപ്പോൾ അവൾക്ക് ധാവണിക്കുള്ള പാവാട ഒക്കെ ഉള്ളതാണ് നോക്കുന്നത്. അപ്പം 3 കളറേ ഇവിടെ ഉള്ളൂ. അവൾ വൈറ്റാണ് അവൾക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ വൈറ്റ് ഇവിടെ നോക്കാനായിട്ട് ഗോഡൗണിൽ നോക്കാനായിട്ട് ആൾ പോയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ വേറെ കടയിൽ കയറാം. അപ്പോൾ അവളുടെ ഫ്രണ്ട്സുകൾ വിളിച്ച്. അപ്പോൾ അവർ 5-6 ദിവസം നിന്നിട്ടാണ് വന്നത്. അവർക്ക് 11-ാം തീയതി വരാനുള്ളായിരുന്നു. ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവരും ഇവിടെ നിന്ന്. അപ്പം മോളെ കൂടെ ഉള്ള കൊച്ചാണ് ദേവു. അവളാണ് കൈയെടുത്ത് കാണിച്ചത്. അവരെല്ലാം ട്രെയിനിലിരിക്കുകയാണ് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വെള്ളം അവൾക്ക് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ത്രിവേണിയിലോട്ട് കയറി. അപ്പോൾ അവൾക്ക് ചോക്ലേറ്റ് ഷാർജയും വാങ്ങിച്ച്, ഞാൻ ലൈം ജ്യൂസും വാങ്ങിച്ച്. അപ്പോൾ അത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, റജീനയിലുള്ളതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, മെറ്റീരിയലൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി ഇതും കഴിച്ചിട്ട് നമ്മളിന്ന് താഴോട്ട് ഫാബിയിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഫാബിയിൽ വന്നിട്ട് നോക്കട്ടെ. ഫാബിയിൽ കയറിയപ്പം അവിടെ ഈ മെറ്റീരിയലൊന്നും അവൾക്ക് ധാവണിയൊക്കെയുള്ള മെറ്റീരിയലൊന്നും അവിടെ ഇല്ല. അവൾ വൈറ്റാണ് നോക്കുന്നത്, വൈറ്റില്ല. അവിടെ 2 കളറേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൻ്റെ മോൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കിട്ടിയില്ല. അവിടെ സെലക്ഷനൊക്കെ പിള്ളേർക്കുള്ള സെലക്ഷൻ കുറവായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫോർച്യൂൺ ക്ലബ്ബിൽ വന്നു. അവിടെയും നോക്കി. അവിടെയും മെറ്റീരിയൽ ഇല്ലായിരുന്നു, വൈറ്റില്ലായിരുന്നു. പിന്നെ കൊച്ചിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനവും കിട്ടിയില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ ഇനി അറ്റ്ലസിൽ വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മോളെ ഫ്രണ്ടിനെ കണ്ട്, 2-3 പേരെ കണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് സംസാരിച്ചുകൊണ്ട് നിന്ന്. പിന്നെ അവിടെ നിന്ന് നമ്മൾ അറ്റ്ലസിലോട്ട് വന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് നോക്കിയെടുക്കാം. പിള്ളേർക്കുള്ള ടീഷർട്ടുകളും ബാഗി പാൻറ്റുകൾ, കോട്ട് സെറ്റുകൾ എല്ലാം ഉണ്ട്. നമുക്ക് ഒരുപാട് പൈസയൊന്നും ആവത്തില്ല. നമ്മളെ
കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാത്തിനും വില കുറവുമാണ്, ഒത്തിരി കളക്ഷനും ഒത്തിരി വിലയും. അങ്ങനെയാണ് ഇവിടുത്തെ പരസ്യം തന്നെ. നമ്മൾ കയറപ്പോൾ തന്നെ നമ്മളടുത്ത് നല്ല സ്വീകരണമാണ് അവർ. അപ്പോൾ നമുക്ക് വരാനായിട്ട് തോന്നും. കസ്റ്റമറുടെ അടുത്തൊക്കെ നല്ല സ്വീകരണമാണ്, നല്ല സഹകരണമാണ്. എല്ലാ സ്റ്റാഫുകളും അതുപോലെ തന്നെയാണ്. അത്യാവശ്യമുള്ള കളക്ഷൻ എല്ലാം ഉണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് ആയിരുന്നാലും പിന്നെ വലിയവർക്കായാലും എല്ലാവർക്കും ഉള്ള കളക്ഷൻ. പാൻ കുക്കർ, ബിരിയാണി ചെമ്പ്, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. കെറ്റിൽ, എല്ലാം അത്യാവശ്യമുള്ള കളക്ഷൻ എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ കൊച്ചു പിള്ളേർക്ക് പോലുള്ള ഷാളുകൾ എല്ലാം വിലക്കുറവാണ്. പിന്നെ നിങ്ങൾക്ക് പെർഫ്യൂമുകളുണ്ട്, പിന്നെ കിച്ചണിൽ ആവശ്യമായ ലൈസോൾ, ലോഷൻ, ബാത്റൂമിലെ ഹാർപ്പിക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് കുടകളെല്ലാം അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിള്ളേർക്കുള്ള കുടകളെല്ലാം വിലക്കുറവാണ്. ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയിട്ടുണ്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് പിന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഇരുട്ടിയായിരുന്നു, 6:45 പിന്നെ അവിടെ നിന്ന് ബസ്സിന് വന്ന് പാങ്ങലാട് ഇറങ്ങിയപ്പോൾ മോളെ ഫ്രണ്ട്സുകളാണ്. പാങ്ങലാട് മിൽക്ക് ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ കയറി. അപ്പോൾ അവളെ ഫ്രണ്ട്സുകളാണ് ഈ നിൽക്കുന്നതൊക്കെ. അപ്പോൾ അവിടുത്തെ എണ്ണം പറഞ്ഞ് അവർക്കുള്ള മെഡിക്കൽ ഷോപ്പിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ അത് എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ പാങ്ങലാട് ലാബ്, ഡോക്ടർ ഇരിക്കുക, ഫിസിഷ്യൻ, മറ്റേ ഓർത്തോ ഡോക്ടർ, ENT ഡോക്ടർ എല്ലാം ഉണ്ട് ഇവിടെ ഈ മെഡിക്കൽ ഷോപ്പിൽ. അവരത്യാവശ്യം ഡോക്ടർമാരെ എല്ലാം വന്നിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നാളത്തെ വീഡിയോ കാണും വരെയും അസ്സലാമു അലൈക്കും.